ബാബുച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വാ വീഡിയോക്ക് പോയാലോ. നമുക്ക് ബീഫ് കറിയിലേക്ക് വേണ്ട മസാല പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനിതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഈ പൊടികളാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ പൊടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കറി വെക്കാനായിട്ട് ഞാനൊരു കുക്കർ ഇവിടെ എടുത്തിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചെറുള്ളി, ഒരു സവാള, ഒരു ഹാഫ് തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 kg ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് നമ്മളിവിടെ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് നല്ല തിളപ്പിച്ച ചൂടുവെള്ളമാണ്, അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. കറിയുടെ അളവിനനുസരിച്ചിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബീഫ് ഒന്ന് നല്ലപോലെ വെന്ത് വരട്ടെ. ഞാൻ ഒരു 8 വിസിലൊന്നും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ കറിയോടെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഉപ്പ് ഇതൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇങ്ങനെ തൂവി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, കാരണം നമുക്കിന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അതൊന്നും തിക്കായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ ഗ്രേവി ഒന്ന് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബാബുച്ചീസ് കിച്ചൺ. ഹാവ് എ ഗ്രേറ്റ് ഡേ.